സുരേഷ് മാത്യു നിലമേൽ തന്നെ ഒപ്പമുണ്ട്. താങ്കളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. എങ്ങനെയാണ് താങ്കളുടെ ആദ്യ ചരക്ക് വിഴിഞ്ഞത്തൂട് പോയപ്പോഴുണ്ടായ ഒരു അനുഭവം എന്താണ്? എനിക്ക് ഇന്നത്തെ ദിവസം ഒരേ സമയം ആഹ്ലാദവും ദുഃഖവുമുള്ളൊരു ദിവസമാണ്. കാരണം ഞങ്ങൾക്ക് ഏകദേശം 4-ലധികം കമ്പനികൾ ഉള്ളതിൻ്റെ ഒരു കമ്പനി നിലമേൽസ് ആൻഡ് കൈമൾസ് ഫുഡ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മുൻ മാനേജിംഗ് ഡയറക്ടർ, കേരളത്തിൽ തന്നെ ആദ്യം പ്രത്യേകിച്ചും തിരുവനന്തപുരത്തുകാരെ ബ്രെഡ് എന്താണെന്ന് പഠിപ്പിച്ച ഏഷ്യൻ ബേക്കേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ സ്ഥാപകൻ കൂടിയായ KNG കൈമൾ ഇന്നലെ നിര്യാതനായി. ഇന്ന് ഞങ്ങളോടൊപ്പം ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ശവശരീരം ചിതയിലേക്ക് പോകുന്നതിന് മുമ്പാണ് ഇന്നത്തെ കണ്ടെയ്നർ ബഹുമാന്യനായ മുഖ്യമന്ത്രി വിഴിഞ്ഞത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. അദ്ദേഹത്തെ നഷ്ടപ്പെട്ടതിൽ ദുഃഖമുണ്ട് എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മശാന്തിക്ക് വേണ്ടി ഇന്ന് വിഴിഞ്ഞത്ത് നിന്ന് ഞങ്ങളുടെ ഒരു ഷിപ്മെൻറ്റ് വിഴിഞ്ഞത്ത് നിന്ന് ഇവിടെ നിന്ന് യാത്രയായി എന്ന് പറയുന്നത് ഏറെ ആഹ്ലാദമുണ്ടാക്കുന്ന ഒന്നാണ്. യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, 40 വർഷത്തെ കാത്തിരിപ്പിൻ ഒടുവിലാണ് ഇങ്ങനൊരു കാര്യം. വിഴിഞ്ഞം അതിൻ്റെ തുറന്നിടുന്ന സാധ്യതകൾ എത്രയോ നാളുകളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുവേണ്ടി എത്രയോ കലഹിച്ച ആൾക്കാർ ഇവിടെ നമ്മളോടൊപ്പം ഇന്ന് ചർച്ചയിലുള്ള ശ്രീ ഏലിയാസ് ജോണിനെ പോലുള്ളവർ നിരന്തരമായി അതിനുവേണ്ടി കലഹിച്ച ആൾക്കാരാണ്. എത്രയോ പേരെ പിണക്കിയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ അവസാനം ഇത് യാഥാർത്ഥ്യമായി കഴിഞ്ഞപ്പോൾ ഇത് തിരുവനന്തപുരത്തിൻ്റെ മുന്നിൽ തുറന്നിടുന്ന സാധ്യത, അത് തിരുവനന്തപുരത്തിന് മാത്രമല്ല, കേരളത്തിന് മാത്രമല്ല, സൗത്ത് ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യ ഒട്ടാകെ തുടർന്നിരുന്ന സാധ്യതകൾ യഥാർത്ഥത്തിൽ ഞാൻ പറയും ഈ ഷിപ്പിംഗ് മേഖലയുമായി ബന്ധപ്പെടാത്തവർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത തരത്തിലുള്ള അവസരങ്ങളാണ് നമുക്ക് ഇതിന് തുറന്നിടുന്നത്. പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു ചിലപ്പോൾ ഒരു 3, 4, 5 വർഷം എടുത്തേക്കാം. പക്ഷേ അങ്ങനെ മനസ്സിലാക്കുമ്പോഴത്തേക്കായിരിക്കും നമ്മൾ അന്നറിയുന്നത് ഇതിന് ഇത്രയും സാധ്യതകൾ ഉണ്ടായിരുന്നുവെന്ന്.